ഹലോ, ഇന്നൊരു കുഞ്ഞൊരു കേക്ക് ഡെക്കറേഷനുമായിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ സിത്തപ്പൻ്റെ ക്ലാസ് ടീച്ചർ ചാന്ദിനി ടീച്ചർ തന്ന ഓർഡറാണ് കേട്ടോ. ½ kg റെഡ് വെൽവെറ്റിൻ്റെതാണേ. ഞാൻ ഒരുപാട് അങ്ങനെ സ്പഞ്ചിൽ കളർ ചേർക്കാറില്ല. ആരെങ്കിലും റെഡ് വെൽവെറ്റ് കേക്ക് വേണമെന്ന് പറഞ്ഞാലും ഞാൻ പറയും, ഞാൻ മാക്സിമം ഇത്ര കളർ ചേർക്കുള്ളൂ എന്ന്. അത് പറ്റുമെങ്കിൽ ഓർഡർ തന്നാൽ മതി, നിങ്ങൾക്ക് ഇത്രയും കളർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യത്തില്ല എന്ന് പറയും കേട്ടോ എല്ലാവരോടും. മാക്സിമം ഒരു ആവറേജ് കളറിലേ കൊടുക്കത്തുള്ളൂ. ഞാൻ ഇന്നലെ അങ്ങ് എൻ്റെ വീട്ടിൽ പോയായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി വീട്ടിൽ ചെന്നപ്പോഴാണ് ടീച്ചറിൻ്റെ ഇപ്പോൾ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങ് വന്നു, മക്കൾ വീട്ടിൽ നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ചോറൊക്കെ വെച്ച് കറിയും ഒക്കെ വെച്ച് തന്നാണ് വിട്ടത്. അപ്പം ഇതാ കേക്ക് ഡെക്കറേഷൻ എല്ലാം ക്രം കോട്ട് ചെയ്ത് കേട്ടോ. ക്രം കോട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് എടുത്ത് ഫിനിഷ് ചെയ്തത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു കുഞ്ഞാണോ എന്നൊക്കെ ചോദിച്ചു, സ്പൈഡർമാൻ തീമിൽ വല്ലതും ചെയ്യാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞ അല്ല, 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു മിനിമലായിട്ടുള്ളൊരു സിമ്പിൾ ഡിസൈനാണ് കൊടുത്തത്. സിമ്പിളായിട്ട് പൂ വരച്ചിട്ടാണ് കൊടുത്തത്. സൈഡിലൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് ഷുഗർ ബോൾസ്, ഗോൾഡൻ കളറിലെ ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ ഡിസൈനാണേ. മക്കളെ വൈകുന്നേരം, എനിക്കിനി നാളെയും ഓർഡറുണ്ട്. അപ്പോൾ മക്കളെ വൈകുന്നേരം അച്ഛൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ രാവിലെ ഇങ്ങ് വന്നു. ഹാപ്പി ബർത്ത്ഡേ പൊന്നു എന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അതാ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മേളത്തെ വീട്ടിൽ പണി കിടക്കുവാണേ, അപ്പം അതിൻ്റെ സൗണ്ടുണ്ട്. ഇതാ ചോറൊക്കെ എടുത്തു. 2:30 ആയി കേട്ടോ കഴിക്കാനെടുത്തപ്പോൾ. എനിക്ക് വിശന്ന് വയ്യായിരുന്നു. അപ്പോൾ ഇതാ മുരിങ്ങയിലും തോരനും നല്ല വറുത്തരച്ച തീയലാണേ. ചെറിയ ഉള്ളിയും മുരിങ്ങയ്ക്കൊക്കെ ഇട്ടിട്ട് ഇതാ മീൻകറിയും. പിന്നെ ഇവിടെ വീട്ടിൽ അച്ചാറും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, വിശന്നിട്ട് കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചോറ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ, അത്രയേ ഉള്ളേ.